നമസ്കാരം. ഈ വീഡിയോയിൽ കാസർഗോഡ് അസംബ്ലി മണ്ഡലമാണ് നോക്കുന്നത്. നമ്മൾ കാസർഗോഡ് അസംബ്ലി ഇലക്ഷൻ 2016 2021 റിസൾട്ടിൻ്റെ വോട്ട് വാല്യൂ, അതേപോലെ ലോക്സഭാ ഇലക്ഷനിൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ കിട്ടിയ വാല്യൂസോടാണ് കമ്പയർ ചെയ്യുന്നത്. കാസർഗോഡ് 2016 കിട്ടിയ വോട്ടെന്ന് പറയുന്നത് UDF ആണ് ഫ്രണ്ടിലെത്തിയിരിക്കുന്നത്. 64,000 വോട്ട്, 65,000 വോട്ടിനെടുത്ത് UDF പിടിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനം NDA ആണ് 56,000. മൂന്നാം സ്ഥാനം LDF ആണ്. നമ്മൾ തൊട്ടുമുമ്പ് അനലൈസ് ചെയ്തത് തൊട്ടുമുമ്പുള്ള മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ മണ്ഡലം മഞ്ചേശ്വരം, രണ്ടാമത്തെ മണ്ഡലം കാസർഗോഡ് തന്നെയാണ്. ഇപ്പോൾ മഞ്ചേശ്വരം അനലൈസ് ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് UDF, സെക്കൻഡ് NDA, LDF തന്നെയാണ്. പിന്നെ 2021 ആകുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് UDF വീണ്ടും 63,000 വോട്ടുകൾ ഫ്രണ്ടിലാണ്. NDA രണ്ടാം സ്ഥാനമാണ് 50,000 വോട്ട് കുറച്ച് കുറഞ്ഞു. LDF വോട്ട് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ട് 28,000 ആയിട്ടുണ്ട്. പിന്നെ 2024 ലോക്സഭയിലെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കാസർഗോഡ് നിയോജക മണ്ഡലം പെടുന്നത്. അപ്പം അതിൻ്റെ നോക്കുവാണെങ്കിൽ UDF ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം വീണ്ടും വോട്ട് ഇതിനകത്ത് കൂട്ടിയിരിക്കുകയാണ് 73,000 വോട്ടോളം. അതേപോലെ MLA അശ്വിനി 47,000 വോട്ടായിരിക്കുകയാണ്. അതേപോലെ MP ബാലകൃഷ്ണൻ LDFിൻ്റെ കാൻഡിഡേറ്റ് 26,000 വോട്ടായിരുന്നു. പിന്നെ ഓരോ പാർട്ടിയുടെയും വോട്ട് ഓരോ 3 വർഷത്തെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. LDFിന് നോക്കുവാണെങ്കിൽ 2016 21,000 വോട്ടായിരുന്നത് 2021 ആയപ്പോൾ 28,000 ആയി. വോട്ട് കൂടി. പക്ഷേ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് കുറച്ച് 2,000 വോട്ടിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ UDFിൻ്റെ കാര്യത്തിൽ 2016 അപേക്ഷിച്ച് 2021 1,000 വോട്ടിൻ്റെ സെയിം വോട്ട് പിടിച്ചെന്ന് പറയുക 1,000 താഴെ വോട്ടിൻ്റെ വ്യത്യാസം വന്നെങ്കിലും ലോക്സഭാ മണ്ഡലമായപ്പോൾ അതൊരു 10,000 വോട്ട് കൂട്ടി 73,000 എന്നുള്ളൊരു നല്ലൊരു ലെവലിലോട്ട് UDF കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. NDA ആണ് ആക്ച്വലി കൺസിസ്റ്റൻ്റ് ആയിട്ട് താഴോട്ടാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 2016 56,000 വോട്ടോട്ടായിരുന്നത് 2021 50,000 വോട്ട്, 6,000 വോട്ട് കുറയുകയും 2024 വീണ്ടും 3,000 വോട്ട് കുറയുകയാണ് ചെയ്തത്. 47,000 വോട്ടാണ് ലോക്സഭയിൽ പിടിച്ചത്. ഇപ്പോൾ കാസർഗോഡിൻ്റെ പൂർണ്ണമായിട്ട് ചിത്രം നോക്കുകയാണെങ്കിൽ 2016 മുതൽ 2024 വരെയുള്ള എല്ലാ ഇലക്ഷനിലും UDF ആണ് ഫ്രണ്ടിൽ. എല്ലാ ഇലക്ഷനിലും NDA രണ്ടാം സ്ഥാനമാണ്. പക്ഷേ NDAയുടെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. LDFിൻ്റെ കൂടിയും കുറഞ്ഞാലും 3-ാം സ്ഥാനമാണ്. അപ്പം ഈ വരുന്ന 2026 സ്റ്റേറ്റ് ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷനിൽ എന്താകുമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു മണ്ഡലം പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു മണ്ഡലത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചെത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.